ഇത്തവണത്തെ ജനവിധിയിൽ ഇടത് കോട്ടയായി നിലനിന്നിരുന്ന പല പഞ്ചായത്തുകളും LDFന് നഷ്ടമായി. അതിലൊന്നാണ് കാൽനൂറ്റാണ്ടിലധികമായി ഇടതുപക്ഷം ഭരണം നടത്തിയിരുന്ന രാജാക്കാട് ഗ്രാമപഞ്ചായത്ത്. 14 വാർഡുകളിൽ 10 വാർഡുകളിലും UDF വിജയം നേടിയപ്പോൾ LDFന് 3 വാർഡുകൾ മാത്രമാണ് ലഭിച്ചത്. ഭരണം തിരിച്ചുപിടിച്ചതിന്റെ ആവേശത്തിലാണ് UDF. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFനുണ്ടായിട്ടുള്ള മുന്നേറ്റം വലിയ മുന്നേറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത്. രാജാക്കാട് ഗ്രാമപഞ്ചായത്ത് ഏതാണ്ട് 1/4 നൂറ്റാണ്ടിലധികമായിട്ട് നടത്തിയ LDFന്റെ ഭരണത്തിൽ നിന്ന് ഇപ്പോൾ UDF തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. അതിന്റെ ഒരു വലിയ ആഹ്ലാദ പ്രകടനത്തിനാണ് UDF പ്രവർത്തകരും സ്ഥാനാർത്ഥികളും വിജയിച്ചെത്തിയ സ്ഥാനാർത്ഥികളും ഒപ്പം UDFന്റെ കോൺഗ്രസിന്റെയും നേതാക്കന്മാർ എല്ലാവരുമായിട്ടുള്ളത്. KPCC അംഗമായിട്ടുള്ള R ബാലൻപിള്ള അടക്കം നമ്മോടൊപ്പം ഉണ്ട്. എങ്ങനെ നോക്കിക്കാണുന്നു ഈ ഒരു വിജയത്തെ? ഈ വിജയത്തെ ഞങ്ങൾ ജനാധിപത്യ വിശ്വാസികളുടെ തന്ന ഞങ്ങളുടെ അംഗീകാരം ഞങ്ങൾ വിനയപൂർവ്വം സ്വീകരിക്കുന്നു. ജനാധിപത്യ വിശ്വാസികൾ വിജയിപ്പിച്ച വോട്ടർമാർക്കും ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികൾക്കും വിശ്വാസം സംരക്ഷിക്കുന്ന നിലയിലുള്ള പ്രവർത്തനമായിരിക്കും പുതിയ പഞ്ചായത്ത് ഭരണസമിതി പ്രവർത്തനം ഉണ്ടാകുന്നത്. അതിന് മാധ്യമ പ്രവർത്തകരുടെയും മറ്റുള്ള എല്ലാവരുടെയും കലവറയില്ലാത്ത പിന്തുണ ഉണ്ടാകണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. എന്തായാലും വലിയ ഒരു ആദ്യഘട്ടത്തിലൊക്കെ വലിയ രീതിയിലുള്ള പ്രചരണം കോൺഗ്രസിനും UDFനും എതിരായിട്ടുണ്ടാവുകയൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ ഒരു വിജയത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അതും ഏതാണ്ട് 1/4 നൂറ്റാണ്ടിലധികമായിട്ടുള്ള ഭരണം തിരിച്ചു പിടിക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? ബ്ലോക്ക് കോൺഗ്രസ് രാജാക്കാടിൻ്റെ ഭരണത്തിൽ പോയി രാജാക്കാട്ടിലെ പൊതുജനങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു ഭരണം, അതാണ് ഇപ്പോൾ UDFന്റെ കൈകളിലേക്ക് രാജാക്കാട്ടിലെ ജനങ്ങൾ എത്തിച്ചിരിക്കുന്നത്. ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് രാജാക്കാടിൻ്റെ പൊതുവായ വികസനത്തിന് വേണ്ടി ഈ ഭരണസമിതി അധികാരമേറ്റെടുക്കുന്ന ഭരണസമിതി എല്ലാവിധ വികസന പ്രവർത്തനങ്ങൾക്കും മുൻതൂക്കം കൊടുത്തുകൊണ്ട് രാജാക്കാടിൻ്റെ സമഗ്രമായ വികസനം ലക്ഷ്യമാക്കി പ്രവർത്തിപ്പിക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാവും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അത്തരത്തിലാണ് രാജാക്കാടിൻ്റെ സമഗ്രമായ ഒരു വികസനത്തിന് വഴി തുറക്കുക എന്ന ലക്ഷ്യത്തോടെയാണുള്ളത്. ഈ സ്ഥാനാർത്ഥികളടക്കം നമ്മോടൊപ്പം ഉണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നത് നമുക്ക് കാണാം ഏതാണ്ട് 10 സീറ്റുകളിൽ വിജയിച്ചെത്തിയിരിക്കുന്ന ഒരു ആവേശമാണ്. കീഴ് ടീച്ചറെ കഴിഞ്ഞ ബ്ലോക്കിലായിരുന്നു, ഇപ്പോഴാണ് ഗ്രാമപഞ്ചായത്തിൽ. എന്ത് തോന്നുന്നു ഈ ഒരു വിജയം? വളരെ സന്തോഷം, ജനസൗഹൃദമായിട്ട് ഞാൻ കരുതുകയാണ്. രാജാക്കാട് പഞ്ചായത്തിന്റെ ചരിത്രം മാറ്റിക്കുറിക്കാനായിട്ട് UDF ഒറ്റക്കെട്ടായി നിന്നതിന്റെ ഫലമാണ് 10 സീറ്റ് ഞങ്ങൾ പിടിച്ചുകൊണ്ട് സ്വതന്ത്രമായി ഭരിക്കുന്നതിനുള്ള ഒരു അവസരമാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അത് ഈ പ്രദേശത്തെ എല്ലാ ആളുകളുടെയും സഹായ സഹകരണങ്ങൾ കൊണ്ട് മാത്രമാണ്. ഞങ്ങൾക്ക് ഏറ്റവും വലിയ അഭിമാന നിമിഷമായിട്ട് കരുതുകയാണ്. ഏതായാലും അത്തരത്തിലാണ് വലിയ ആവേശത്തിലും അഭിമാനത്തോടെയും കൂടിയുള്ള ഒരു ആഹ്ലാദ പങ്കുവയ്ക്കലിലാണ് UDF പ്രവർത്തകരടക്കം ഉള്ളത്. അതിന്റെ ഒരു വിജയാഘോഷമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സന്ദീപ് രാജാക്കാട്, സിറ്റി വിഷൻ.